ട്രംപിന്റെ പാത പിന്തുടർന്ന് നാടുകടത്താൻ യുകെയും. ഇന്ത്യൻ റെസ്റ്റോറന്റുകളിൽ വ്യാപക റെയ്ഡ്. അറസ്റ്റിലായത് 600-ലേറെ പേർ. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു പിന്നാലെ അനധികൃത കുടിയേറ്റത്തിനെതിരെ സ്വീകരിച്ച കർശന നിലപാടുകൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല പാശ്ചാത്യ രാജ്യത്തിലാകമാനം വലിയ പ്രതിഫലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അനധികൃതമായി അമേരിക്കയിൽ കഴിഞ്ഞിരുന്ന 100-ലേറെ ഇന്ത്യക്കാരെയാണ് കൈകളിൽ വിലങ്ങണിയിച്ച സൈനിക വിമാനത്തിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത്. യുഎസിന്റെ മനുഷ്യത്വരഹിതമായ ഈ നടപടിക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നു വരികയും ചെയ്തു. ട്രംപിന്റെ നയങ്ങൾ യൂറോപ്പ് അടക്കമുള്ള മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലും വലിയ സ്വാധീനം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയുടെ പാത പിന്തുടർന്ന് യുകെയിലെ ലേബർ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാരും തങ്ങളുടെ രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവരെ പുറത്താക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ റെസ്റ്റോറന്റുകളിൽ വ്യാപകമായ റെയ്ഡാണ് നടക്കുന്നത്. ഇവിടങ്ങളിൽ നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെ പിടികൂടുകയാണ് ലക്ഷ്യം. റെസ്റ്റോറന്റുകൾ മാത്രമല്ല, കഫേകൾ, നെയിൽ ബാറുകൾ, കൺവീനിയൻസ് സ്റ്റോറുകൾ, കാർ വാഷ് യൂണിറ്റുകൾ എന്നിവിടങ്ങളിലും വ്യാപകമായ റെയ്ഡാണ് നടക്കുന്നത്. നിരവധി പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ലേബർ പാർട്ടി അധികാരമേറ്റ ശേഷം അനധികൃത കുടിയേറ്റക്കാരും കുറ്റവാളികളും ഉൾപ്പെടെ ഏകദേശം 19,000 വിദേശികളെയാണ് നാടുകടത്തിയത്. ബ്രിട്ടീഷ് ഹോം സെക്രട്ടറി എവറ്റ് കൂപ്പറിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് റെയ്ഡുകൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ മാസം ജനുവരിയിൽ യുകെയിൽ നടന്ന റെയ്ഡിൽ 609 പേരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. മുൻവർഷം ജനുവരിയിൽ നടത്തിയ അറസ്റ്റിനേക്കാൾ 73% വർധനയാണ് ഈ ജനുവരിയിൽ നടന്ന റെയ്ഡുകളിൽ ഉണ്ടായിരിക്കുന്നത്. നോർത്തേൺ ഇംഗ്ലണ്ടിലെ ഹംബർ സൈഡിലുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിൽ നടത്തിയ റെയ്ഡിൽ മാത്രം 7 പേർ അറസ്റ്റിലാവുകയും 4 പേരെ തടങ്കലിലാക്കുകയും ചെയ്തു. അനധികൃത കുടിയേറ്റക്കാരെ ജോലിക്ക് വയ്ക്കുന്ന തൊഴിലുടമകൾക്ക് 60,000 പൗണ്ട് വരെയാണ് പിഴ ചുമത്തുന്നത്. കുടിയേറ്റ നിയമങ്ങൾ പാലിക്കപ്പെടണം. വർഷങ്ങളായി തൊഴിലുടമകൾ അനധികൃത കുടിയേറ്റക്കാരെ അവരുടെ കീഴിൽ ജോലിയെടുപ്പിച്ച് ചൂഷണം ചെയ്തു. നിരവധി വിദേശികൾക്ക് നിയമവിരുദ്ധമായി യുകെയിൽ എത്താനും കഴിഞ്ഞു. ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്നും എവറ്റ് കൂപ്പർ പറഞ്ഞു. നിരവധി പേരാണ് ജീവൻ പണയപ്പെടുത്തി ഇംഗ്ലീഷ് ചാനൽ മുറിച്ചു കടക്കുന്ന അപകടകരമായ പ്രവണത പിന്തുടരുന്നത്. പാവപ്പെട്ട ആളുകളെ ചൂഷണത്തിനിരയാക്കുക മാത്രമല്ല, ഇമിഗ്രേഷൻ സംവിധാനങ്ങളും നമ്മുടെ സമ്പദ് വ്യവസ്ഥയും തകിടം മറിയാൻ അനധികൃത കുടിയേറ്റം കാരണമാകുന്നുവെന്നും എവറ്റ് കൂപ്പർ കൂട്ടിച്ചേർത്തു. നിയമത്തിന്റെ കണ്ണിൽ നിന്ന് ഒളിച്ചോടാൻ നിങ്ങൾക്കാകില്ല. നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്ന പലരും വളരെ മോശം സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഞങ്ങൾക്കറിയാം. അതിനാൽ നിസ്സഹായരായ മനുഷ്യരെ സംരക്ഷിക്കാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് എൻഫോഴ്സ്മെന്റ് കംപ്ലയിന്റ്സ് ആൻഡ് ക്രൈം ഡയറക്ടർ എഡി മോൺഗോമറി വ്യക്തമാക്കി. അനധികൃത കുടിയേറ്റക്കാരെ നാടു കടത്തുന്നതിന്റെ വീഡിയോകളും യുകെ സർക്കാർ ആദ്യമായി പുറത്തിറക്കി. ബസ്സിലെത്തിക്കുന്ന കുറെ പുരുഷന്മാരെ ബോർഡർ ഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ വിമാനത്തിലേക്ക് കയറ്റുന്ന വീഡിയോയാണ് യുകെ സർക്കാർ പുറത്തുവിട്ടത്. തുടർന്ന് വിമാനം പറന്നുയരുന്നതും കാണാം. ഇതിൽ മയക്കുമരുന്ന് കടത്ത്, മോഷണം, ബലാത്സംഗം, കൊലപാതകം എന്നീ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലേറിയപ്പോൾ കയ്യും മെയ്യും മറന്ന് സന്തോഷിച്ച ഇന്ത്യക്കാർക്ക് ആശങ്ക ഉളവാക്കുന്ന വാർത്തകളാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സർക്കാർ വേണ്ട വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ സ്റ്റുഡന്റ് വിസയിൽ വിദേശത്തെത്തിയിരിക്കുന്ന ഇന്ത്യക്കാർ അഭിമുഖീകരിക്കേണ്ടി വരിക വലിയ തിരിച്ചടികളായിരിക്കും.